ഒന്നു ഞാനിവിടെ നിന്നോളാം. ശിവദാസ നീ ഇരുന്നോളാം. മന്ത്രിക്കൊക്കെ സുഖം തന്നെയല്ലേ? അതെ. എന്താ ഒരുമാതിരി വല്ലാതിരിക്കുന്നേ? ഇങ്ങോട്ട് വരുന്നത് മന്ത്രി അറിഞ്ഞു കാണില്ല. ഓ അതെ അതെ. മന്ത്രിയുടെ അതേ മുഖച്ചായ. അച്ഛൻ മന്ത്രി കണ്ടിട്ടുണ്ടോ? ഈ പത്രങ്ങൾ വരുന്ന ഫോട്ടോ കണ്ടിരിക്കുമല്ലേ അല്ലേ? അതെ അതെ. ആ. മകളെ കണ്ട പിന്നെ മന്ത്രിയെ കാണണ്ട. ഇതുപോലെ തന്നെ ഒരു നേഴ്സുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. വക്കീലട്ടം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നെ കാണണ്ട, ഇവരെ കണ്ടാ മതി. ഇവരെ പോലെ തന്നെ ഇരിക്കും. ഇവരെ പോലെയല്ല, ഇവര് തന്നെ. മന്ത്രിയുമായി ഇരിക്കണം. സത്യം പറഞ്ഞു. നീ ആരാ? മന്ത്രിയുടെ പേരെങ്ങാനും മാറിപ്പോയതാണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കല്ലേ ശിവദാസ. തന്തയുടെ പേര് മാറിപ്പോകും. അവള് പറയട്ടെ. ചോദിച്ചേ കേട്ടില്ലേ? പറയണം. ഞാൻ മന്ത്രി. ഓ ഇപ്പൊ നീ മന്ത്രിയായോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ കുഞ്ഞുണ്ണി സർക്കിളിനെ കൊണ്ട് കയ്യാമം വെപ്പിച്ച് ലോക്കപ്പിലാക്കും. അച്ഛാ ഞാൻ പറയാം. നീ നിന്നോട് ചോദിച്ചോ? മോനെ കുഞ്ഞുണ്ണി ഇതറാവോ? കരയുന്നത് കണ്ടില്ലേ കള്ളി? ഞാൻ ചോദിക്കാം, സത്യം പറഞ്ഞു. നീ ആരാണ്? എങ്ങനെ സർക്കിളേട്ടാ ഇവിടെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകണം. ഒരു കല്യാണം കഴിക്കാൻ എത്ര വേണമെങ്കിലും നുണ പറയാമെന്ന് ഇവര് പറഞ്ഞു. അയ്യോ ഞാനോ? ശിവദാസായിട്ടല്ലേ പ്രേമം? നീ അങ്ങനെ പറഞ്ഞോളൂ ശിവദാസ. പറഞ്ഞോ? പറഞ്ഞോട് പറയൂ. പറഞ്ഞു. ഇത്രയും ബുദ്ധി നിനക്ക് ആര് പറഞ്ഞു തന്നടാ? എടാ ആര് പറഞ്ഞു തന്നു? ആരും പറഞ്ഞു തന്നില്ല. എന്തൊരു കഷ്ടകാലാണ് ഭഗവാനെ. ആർക്കാടാ കഷ്ടകാലം? അല്ല, പൊന്നുപോലെ വളർത്തിയൊരു മോൻ അതും ഒരു പെണ്ണിന്റെ കൂടെ കൂടിയിട്ട് സ്വന്തം അച്ഛനെ പറ്റിക്കാമോ? വെളിച്ചൊരു സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ. അപ്പൊ നിനക്കിതൊന്നും അറിഞ്ഞുകൂടാ അല്ലേ? അയ്യോ എനിക്കൊന്നും അറിയില്ല. നടക്കണേ. വരട്ടെ. എടീ നിന്റെ അച്ഛന്റെ പേരെന്താടി? പറയാൻ. പാച്ചു. ഓ പാച്ചു. ഇഞ്ചിക്കണ്ടത്തിൽ പാച്ചു അല്ലേ? അതെ. ഓഹോ, പാച്ചുവിന്റെ മകനാണോ? എന്നാൽ നേരത്തെ അങ്ങ് പറയണ്ടേ? ഇനിയിപ്പോ അതങ്ങ് നടത്തി കൊടുത്തൂടെ? നമ്മുടെ പഴയ കൂട്ടുകാരനല്ലേ? ആലോചിക്കട്ടെ. അച്ഛൻ എന്താണ് പറയുന്നത്? മോളെ, ഞാനും ഇവളുടെ അച്ഛനും തമ്മിൽ അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു. എന്നാ അച്ഛൻ? അനു നീ മിണ്ടാതിരിക്കും. ജീവിതത്തിൽ ഇങ്ങനെയെങ്കിലും നല്ല കാര്യം ചെയ്യും. എടാ ശിവദാസേ, നീ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് കയ്യോടെ പാച്ചുവിനെയും ഭാര്യയും കൂട്ടിക്കൊണ്ടുപോവാ. ഞാൻ അവരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് മാപ്പ് തരണം. തന്നിരിക്കുന്നു. എനിക്കും. ആ നിനക്കും. എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. എന്നോടും. ആ നിന്നോടും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വല്യച്ഛന്റെ മനസ്സ് വലിയ മൈതാനം പോലത്തെ മനസ്സാണ്. ഒന്ന് ചോദിച്ചാ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ മോനെ. ഇക്കാലത്ത് ഇങ്ങനെ നല്ല മനസ്സുള്ളവരുണ്ടോ ഭഗവാനെ? ഉണ്ട്. അമ്മാവും വിശ്വസിക്കണം. ആ എന്നിട്ട് ഇപ്പൊ അവൻ എന്ത് പറയുന്നു? നിങ്ങൾ രണ്ടുപേരെയും കൂട്ടി ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പോകും. എന്തിന്? രാമായണം മുഴുവനും കേട്ടിട്ട് രാമൻ സീതയ്ക്ക് എപ്പടിന്ന് കല്യാണം ഉറപ്പിക്കാനായിരിക്കും. ആണോ? അതെ. ഓ എന്നാ നീ വേഗം പോയി ഒരുങ്ങിയിട്ട് വാ. ആ കേട്ടോ ശിവദാസ, നിന്റെ അച്ഛൻ പണ്ടത്തെ ആ സ്നേഹം ഇന്നും മറന്നിട്ടില്ല. ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. അന്ന് ഈ കൊപ്ര കച്ചവടം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാ. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? കാണില്ല, നീ എന്ന് കൊച്ചാ. ആ അന്നൊക്കെ നിന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാ. അല്ല ഇപ്പോഴതൊന്നും ഓർക്കാനേ പാടില്ല. എന്നാലും കേൾക്കണോ കഥ? നാട്ടിൻ പുറത്ത് നിന്ന് നാളികേരം ഞങ്ങൾ വിലക്കെടുക്കും. തെങ്ങിൽ കയറുന്ന
എഴുതുന്നത് മുതൽ ബാക്കി എല്ലാ ജോലികളും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യാറ്. പാട്ടി ഇന്ന് വേഗാട്ടടാ. അവർ വീടിയൊക്കെ ഒന്ന് വലിക്കാന്ന്. പാട്ടി ഒരു ബീഡി ഇല്ല. ഇല്ലേ? എന്താ ഗോപാല പോണ്ടേ? പാട്ടുവേ എന്റെ ചുമലിനൊരു വെട്ട്. മനസ്സിലായി. നമുക്ക് സ്വല്പം മിന്നിട്ട് പോവാം. വലിച്ചു വലിച്ചു വലി. ഞാൻ മരിച്ച മാത്രം മതി, നിങ്ങൾ വലി. തള്ളിത്താ. ശരിക്കും വലിക്കു. വരിയും പിള്ളേരെ വലി വലി അങ്ങോട്ട് തള്ളു. വലി. ഒന്ന് കഞ്ഞി കുടിക്കട്ടെ. എടാ പിള്ളേരെ കഞ്ഞി കുടിക്കാൻ വരണേ. വരണം വരണം. ഒന്ന് കഞ്ഞി കുടിക്കണം. എന്നാ പോവാ മക്കളെ മക്കളെ ചവിട്ടിയാലും പിന്നെ എടുത്തു കേട്ടാ. മക്കളെ നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ സുശീലയുടെ അമ്മയുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കെന്ത് ബുദ്ധിമുട്ട് പോകലട്ടാ, അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളല്ലേ. ഇവർക്ക് ചോറ് കൊടുത്തില്ലേ? എല്ലാവർക്കും കൊടുത്തു. എന്നാലേ നിങ്ങൾ അവിടെ എങ്ങാനും പോയി കളിക്കാൻ നോക്ക്. ഞങ്ങൾ ഇത്തിരി കഞ്ഞി കുടിക്കട്ടെ. ചെല്ലേ ചെല്ലേ. കൊപ്പറ പുറക്കി തിന്നല്ലേ? നല്ല കപ്പ വെന്തിട്ടുണ്ട്. മതി മതി. ദാ. ഉപ്പിട്ടിട്ടുണ്ടേ, കുടിച്ചോ. അതുകൊണ്ടോ അതുകൊണ്ടോ നിന്റെ സുശീല എപ്പോഴും എന്റെ ശിവദാസിന്റെ പുറകെ. നമുക്ക് ശിവദാസിനെ കൊണ്ട് അവളെ അങ്ങ് കല്യാണം കഴിപ്പിച്ചാലോ? നീ എന്ത് പറയും? അന്ന് അവൻ എന്നോട് പറഞ്ഞതാണ് നിന്നെ കൊണ്ട് സുശീലയെ കല്യാണം കഴിപ്പിക്കണമെന്ന്. ഇത്രയൊക്കെ വലിയവനായിട്ടും അവൻ ആ വാക്ക് മറന്നിട്ടില്ല. അങ്ങനെയാ നന്ദിയുള്ളവര്. നിന്റെ അമ്മ മരിച്ചത് ഓർമ്മയുണ്ടോ മോനെ? അന്ന് അവൻ തീരെ കൊച്ചല്ലേ, അവൻ എങ്ങനെ ഓർക്കും? മോനെ, നിന്റെ അമ്മൂമ്മ മരിച്ച ഓർമ്മയുണ്ടോ? ഓ, അമ്മ മരിച്ചത് ഓർമ്മയില്ല, പിന്നെയാണ് അമ്മൂമ്മ മരിച്ചത്. അച്ഛൻ ഇതും വരെ സമയം കളയണ്ട, അവരിവിടെ കാത്തിരിക്കാം. ശർക്കര തുണി കണ്ടു. നീ വർത്താനം പറഞ്ഞ കഥ വേഗം കൂട്ടി ഇടുന്നുണ്ടോ? ഞാൻ വർത്താനം പറയുന്നത് നിങ്ങളല്ലേ അമ്മയുടെ കഥ പറയുന്നത്. ഇത് പറഞ്ഞ് തർക്കിക്കണ്ട, വേഗം പോകും. കണ്ടോട്ടോ അവളുടെ ഒരു ധൃതി. ഗോപാലൻ കാത്തിരിക്കും. നോക്കിക്കും ഇല്ല, കാല് കാല് കുട്ടി കുട്ടി. അമ്മ പശുപോൽ വെള്ളം. ഓ. വെള്ളം, വെള്ളം. ഒന്നുമില്ല, പഞ്ഞി പഞ്ഞി പഞ്ഞി. എന്ത് വലിയ വീട്, കൊട്ടാരം പോലത്തെ വീട്. നമ്മളുടെ മോളുടെ ഭാഗ്യം. നീ ഇവിടെ നോക്കിക്ക, വെള്ളത്തിൽ വിളിക്കുന്നത്. ഗോപാല, നിനക്ക് പണ്ടേ ഇഷ്ടമല്ലേ തെങ്ങിൻ ചക്കരയും ഉണ്ടക്കൊപ്പരയും? ഇതേ ഞാൻ സ്വല്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. ഞാൻ നിനക്ക് കുറച്ച് നല്ല ഇളവാൻ കള്ളു കൊണ്ടിരുന്നു വിചാരിച്ചതാ, പക്ഷെ ഇവള് സമ്മതിച്ചില്ല. നീ ഇപ്പൊ കള്ളൊക്കെ കുടിക്കോ ഗോപാല? ഇതെല്ലാം അങ്ങോട്ട് എടുക്കണം. എടുക്കാൻ ഗോപാല, ഇത് എടുത്തോളൂ. വലിയ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇനി എഴുന്നേൽക്കണം. വലിയ എന്ത് പറ്റില്ല? എന്താ നീ പോടാ അവിടുന്ന്. നിന്നോട് ചോദിച്ചില്ല. അച്ഛാ, ഇത് സുശീലയുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ
പുറത്ത് നായ്ക്കളെ കെട്ടിയിടുന്നിടത്ത് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോടാ നിനക്ക് നിന്റെ കുടുംബത്തിന്? ഗോപാല, ഗോപാലനോ? എന്റെ മോനെ മയക്കിയെടുക്കാൻ മകളെ പറഞ്ഞ് വിട്ടതാണല്ലോടാ. തോന്നാസം പറയരുത്. മയക്കിയെടുക്കുന്ന പാരമ്പര്യം ഞങ്ങളുടെ തറവാട്ടിലില്ല. നിങ്ങളുടെ തറവാട്ടിലെ കാര്യമായിരിക്കും പറയുന്നത്. ആരാരെ മയക്കിയെടുത്തു എന്ന് നിങ്ങളുടെ മോനോട് ചോദിക്കണം. എനിക്ക് ആരോടും ചോദിക്കണ്ട. നിന്നെ എനിക്ക് പണ്ടേ അറിഞ്ഞൂടെ. കോടീശ്വരനായ എന്റെ ബന്ധുവാകാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? നീ എന്നാണപ്പോ വലിയവനായത്? വലിയവനാരെ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയാം. കരിഞ്ചന്തയും കള്ളക്കടത്തും നടത്തിയിട്ടല്ലേ എന്നെ കൂടെ പറയിപ്പിക്കരുതാ. എന്തല്ലേ ലക്ഷ്യം ഇത്? വെള്ളിയെ പറ്റി ആവശ്യം പറയുന്നത്? ഞങ്ങളെ വിളിച്ചു വരുത്തി ഇങ്ങനെ അവമാനിക്കേണ്ടിരുന്നില്ലേ ഗോപാല? നിങ്ങൾ അങ്ങോട്ട് വരണം. ഇനി ഈ എരപ്പന്റെ വീട്ടിലൊരു നിമിഷം നിന്ന് പോരുത്. നീ എന്തെന്ന് വിളിച്ചാൽ എരപ്പൻ? എടീപൊടി എന്ന് വിളിച്ചെന്റെ നിറമാനം പറഞ്ഞേക്കാം കേട്ടോ. നിർമ്മാണം പറഞ്ഞേക്കാം. പിന്നെ? ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കടാ. എടാ, നിന്റെ പട്ടാളത്തിൽ നിന്ന് വിളിക്കണ്ട. വെളിയിൽ പോയി ഞങ്ങൾക്ക് വഴി അറിയാം. നിങ്ങൾ വരുന്നുണ്ടല്ലേ? നാളെ മുതൽ നിന്റെ മോളെ ജോലിക്ക് അയക്കണ്ട. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവന്റെ ഒരു ജോലി. പച്ചമാവ ഞാൻ കാറി കൊണ്ടുവന്ന് വിടാം. എടാ കുബേരന്റെ മോനെ, ഞങ്ങക്ക് കാലുണ്ട്, നടന്നു പോയിക്കോളാം. നിങ്ങൾ വരുന്നുണ്ടോ? അവനോട് സംസാരിച്ചു നിൽക്കുന്നു. കിട്ടിയതൊന്നും പോരായിരിക്കും. അലവലാതി നാറികള്. എടാ നാണമുണ്ടോടാ? കൊണ്ടുവിടാൻ പോയിരിക്കുന്നു. അല്ല, എന്നെ വിളിച്ചോ? വിളിച്ചോ? ആവശ്യം കഴിഞ്ഞപ്പോ വന്നിരിക്കുന്നു. അല്പം മുൻപേ വിളിച്ചെങ്കിൽ സംഭവത്തിന് മുൻപേ വന്നേനെ. മേലാൽ ഇവനും അവളുമായിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഞാൻ നിന്നോടായിരിക്കും ചോദിക്കുക.